ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ചെറുപയർ പരിപ്പ് പായസം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് പായസങ്ങളിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പായസമാണല്ലേ ചെറുപയർ പായസം. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് 250 ml ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇതാണ്ട് ചെറിയ സ്പ്ലിറ്റ് ചെയ്ത പരിപ്പുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴായിരിക്കും പായസത്തിന് നല്ലൊരു മണം ഉണ്ടാവുക. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്കൊരു പാനിലിട്ടിട്ട് വറുത്തെടുക്കാം. നമുക്ക് ഇതേ രീതിയിൽ തന്നെ കടലപ്പരിപ്പ് പായസവും തയ്യാറാക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മളെന്താ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കടലപ്പരിപ്പാകുമ്പോൾ. ഇപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ കളറാവണ വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ആദ്യം നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ആറിയ ശേഷം മാത്രം കഴുകിയിട്ട് വേവിക്കാൻ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുകൊണ്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മളെടുത്ത അതേ മെഷറിംഗ് കപ്പിൽ 2 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു അളവിൽ നല്ല മധുരമുണ്ട്. അഥവാ മധുരം കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പൊക്കെ എടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒരുപാട് ചേർക്കരുത്. നമ്മൾ ശർക്കര മെൽറ്റാവുന്ന സമയത്ത് ഒന്ന് ലൂസാവുമല്ലോ. അപ്പോൾ ഇതും കൂടി നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഒരു പാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, മെൽറ്റായി കിട്ടിയാൽ മതി. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി പായസത്തിൽ ചേർക്കാനായിട്ട് ഒരു കഷ്ണം ചുക്കും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 4-5 ഏലക്ക നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പരിപ്പ് ഇപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് കുക്കറിൽ വേവിക്കാനായിട്ട് ഇടാം. നമ്മളിപ്പോൾ 1 കപ്പ് 1 അല്ലെങ്കിൽ 1.5 കപ്പൊക്കെ വെള്ളമൊഴിച്ച്, കൂടുതൽ വെള്ളമൊഴിച്ചാൽ ഒരുപാട് വെന്തുടയുമ്പോൾ ലൂസായി പോകും. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, ഒരു 2 കപ്പ് വെള്ളം മാക്സിമം ഒഴിക്കാം കേട്ടോ. ഇനി ഇതൊരു ഓരോരുത്തരുടെ കുക്കറിൻ്റെ വിസിലനുസരിച്ചിട്ട് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ഇത് വലിയ കുക്കറായതുകൊണ്ട് ഫസ്റ്റ് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ഒരു 3 വിസിൽ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചപ്പോൾ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പായസം വെക്കുന്ന പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കുക. പരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നെയ്യിലൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. ഇനി ശർക്കരയും ഈ ചെറുപയർ പരിപ്പും കൂടി നന്നായിട്ട് കടന്ന് ഒന്ന് സെറ്റായി കിട്ടണം. അപ്പം പരിപ്പിലെല്ലാം ഈ ശർക്കരൻ്റെ മധുരം പിടിക്കണം. അപ്പോൾ അതുവരെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടി വരട്ടിയെടുക്കണം. നമ്മൾ പരിപ്പ് നന്നായിട്ട് ഉടച്ച് കൊടുക്കണം കേട്ടോ. ഒരു മാഷർ കൊണ്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ പെട്ടെന്നാകും. അപ്പോൾ നന്നായിട്ട് ഉടച്ച് ഇതുപോലെ പായസം കുറച്ച് നേരം വരട്ടിയെടുക്കണം. ഒരു 10-15 മിനിറ്റ് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നന്നായിട്ടിപ്പോൾ നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ ഒരു തേങ്ങയും ഒരു അരമുറി തേങ്ങ, അങ്ങനെ 1.5 തേങ്ങയുടെ 2ാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി 2ാം പാൽ ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് വയ്ക്കുക. ഒരുപാട് തിളച്ച് മറിയരുത്. 2ാം പാൽ ഒഴിച്ചാലും തന്നെ നന്നായിട്ട് തിളച്ച് മറിയരുത്. ഒന്ന് തിള വന്നാൽ മതിയാകും കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം, ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തേങ്ങാപ്പാൽ ചൂടായതും ഒന്ന് സ്ലോ ആക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തിള വരുന്ന സമയത്ത് നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് തിളച്ച് വരുന്ന ശേഷം നമുക്കിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയം ഞാൻ അതിലേക്ക് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് ഞാൻ അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ള് ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മുന്തിരിയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കുട്ടികൾ മുന്തിരി പെറുക്കി മാറ്റുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇത് പായസത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ഉള്ള പായസം കേട്ടോ. ആറുമ്പോൾ കുറച്ചും കൂടി തിക്കാകും. കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ 2 തേങ്ങയുടെ പാൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.